RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്താ പറയാ അങ്ങനെ പോർച്ചുഗൽ 2026 വേൾഡ് കപ്പിൽ പുറത്തായിരിക്കുകയാണ്. സ്പെയിനോട് ഇഞ്ചുറി ടൈമിലേറ്റ 1-0 തോൽവിയിലാണ് അവര് പുറത്തു പോകുന്നത്. അങ്ങനെ ലെജൻഡായ ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് ഇല്ലാതെ തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചങ്ങായി ഇനി പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഒരു വേൾഡ് കപ്പ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു റിട്ടയർമെന്റ് വാർത്ത നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്താനുള്ള ആ ഒരു വാർത്ത വരാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ നെയ്മർ പടിയിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ആ റൊണാൾഡോന്റെ ആയിരിക്കും. പക്ഷെ ആള് ഇനിയും ഒരു ബാല്യം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ പോർച്ചുഗലിനെ പോലൊരു ടീമിന്റെ കൂടെ ഇനി കളിക്കുക എന്നുള്ളത് ആൾക്ക് എത്രമാത്രം കഠിനമാണെന്ന് ആൾക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ മനസ്സിലാക്കുന്നുണ്ടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടീമുകളിലൊന്നായിരുന്നു പോർച്ചുഗൽ. അത്രയും ഗംഭീരമായ സ്ക്വാഡ് ഡെപ്ത്, ആ ഒരു ബെഞ്ചും അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് പോർച്ചുഗൽ ഈ വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും അതേപോലെ ഡിയോഗോ ജോട്ടയ്ക്കും വേണ്ടിയിട്ട് അവരടിക്കുന്ന അവരുടെ ഫാൻസ് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ലോക ഫുട്ബോളിലെ പ്രഗത്ഭരായ മിഡ്ഫീൽഡർമാർ ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിറ്റീനിയും നെവസും അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസും ഫെർണാണ്ടോ സിൽവ അടങ്ങുന്ന ഗംഭീരമായ ഒരു മിഡ്ഫീൽഡ്. അറ്റാക്കിംഗ് ത്രയം നോക്കിക്കഴിഞ്ഞാൽ ലിയോയും റാമോസും അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫെലിക്സും എന്താ പറയാ ഗംഭീര ആൾക്കാർ. അതേപോലെ വിങ്ങേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മെൻഡീസും ഒരു രക്ഷയില്ലാത്ത ഒരു സ്ക്വാഡ്. അതേപോലെ തന്നെ വല കാക്കാൻ വേണ്ടിയിട്ട് വൻമതിലായിട്ട് പിന്നെ അവരുടെ ഗോൾ പോസ്റ്റിന് താഴെ ഡിയോഗോ കോസ്റ്റ എന്ന് പറയുന്ന ഗോൾ കീപ്പറും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് വേൾഡ് കപ്പിൽ ഫുള്ളായിട്ട് എല്ലാ കളികളിലും ഒരു എന്താ പറയാ പീക്ക് പെർഫോമൻസ് എടുത്തത് ഈ ഒരു ഡിയോഗോ കോസ്റ്റ എന്ന് പറയുന്ന ഇവരുടെ ഗോൾ കീപ്പർ തന്നെയാണ്. ഇത് ഇന്നത്തെ മത്സരത്തിൽ തന്നെ മനസ്സിലാവും നമുക്ക് എത്ര സേവുകളാണ്. അതേപോലെ തന്നെ ഓരോ മത്സരങ്ങളും ഗ്രൂപ്പ് സ്റ്റേജ് മുതൽ അവർ ഇതുവരെ എത്തിച്ചതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ഒരു ചങ്ങായി ഇവരുടെ ഗോൾ കീപ്പർ തന്നെ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗൽ പുറത്തു പോകാനുള്ള ഏക കാരണം, ചിലവർ റൊണാൾഡോ പറയും, റൊണാൾഡോ ഹേറ്റേഴ്സ് അതേപോലെ ടീം സെറ്റ് അല്ല എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു ഇതില് ഇവരുടെ കോച്ചായ റോബർട്ടോ മാർട്ടിനസ് തന്നെയാണ്. ഇത്രയും നല്ലൊരു സ്കോഡ് ഡെപ്ത് കയ്യിൽ കിട്ടിയിട്ട് അതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇണക്കി അങ്ങോട്ട് പണിയെടുപ്പിക്കാൻ അറിയാത്ത ഒരു കോച്ച്, ഒരു ടാക്ടിക്സ് എന്താണെന്ന് അറിയാത്ത ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ അവിടെ തല്ലിക്കെടുത്തിട്ട് വന്ന ചങ്ങയാണ്. അതേപോലെ തന്നെ ഇപ്പൊ പോർച്ചുഗലിന്റെ ഒരു ഗോൾഡൻ ജനറേഷനാണ്. ഇമാതിരി ഒരു സ്ക്വാഡ് ഡെപ്ത് പോർച്ചുഗലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും നല്ല സ്ക്വാഡ് ഡെപ്ത് വിങ്ങുകളും അതേപോലെ തന്നെ മിഡ്ഫീൽഡും ഡിഫൻസും ഗോൾ കീപ്പർ വൈസ് നോക്കിയാലും സ്ട്രൈക്കറായിട്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും റാമോസും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ വേൾഡ് കപ്പിൽ നിന്ന് റൗണ്ട് ഓഫ് 16 ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ പുറത്താകാൻ കാരണം ഈ ഒരു ചങ്ങായി തന്നെയാണ്. ഇതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ കളിയിൽ പലതല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഒത്തിണക്കത്തോട് കളിപ്പിക്കാൻ കഴിയാത്ത ഒരു കോച്ച് പിന്നെ എന്തിനാ അവിടെ? കോച്ച് ഇപ്പോ ഈ പരിപാടി നിർത്തിപ്പോയി എന്നാണ് ന്യൂസുകൾ വരുന്നത്. അതെന്തായാലും നന്നായി. ഇനിയെങ്കിലും ആ ഒരു ടീമിനെ ടീമായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന കോച്ചിനെ അവിടെ കൊണ്ടുവരട്ടെ പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷൻ എന്നാണ് പറയാനുള്ളത്. കളിയിലേക്ക് ഇതിനിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമും നല്ല വൃത്തിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. പോർച്ചുഗലിന്റെ ഭാഗത്തും നല്ല നല്ല അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതേപോലെ സ്പെയിന്റെ ഭാഗത്തും നല്ല നല്ല അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചു സെക്കൻഡ് ഹാഫിൽ ഗോൾ സ്കോർ വരും, പിന്നെ നല്ല മത്സരം കാണാൻ പറ്റുന്നു. പക്ഷേ പോർച്ചുഗലിന് ഗോൾ സ്കോർ ചെയ്യേണ്ട, അവർക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു കളി. രണ്ട് ടീമിന്റെയും കളി മാറ്റിയെന്ന് പറഞ്ഞാൽ ആ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. രണ്ട് ടീമിനും വന്ന സബ്സ്റ്റിറ്റ്യൂട്ടുകൾ. സ്പെയിനിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന മിക്കൽ മരീനയും ഫാബിയൻ റൂയിസും അതേപോലെ തന്നെ ഫെറാൻ ടോറസും. മെൻഡീസ് പോർച്ചുഗലിന് ആ പരുക്കായിട്ട് കയറുന്നത് വരെ എമിലമാല ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തന്നെയാണ് ഇവരുടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും വരുന്നത്. അതേപോലെ പോർച്ചുഗലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഫെർണാണ്ടോ സിൽവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊന്നും പറ്റിയ ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റില്ല. റൊണാൾഡോ ഒരു 90 മിനിറ്റ് കളിക്കാൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ ആകെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ 1-2 ടച്ചുകൾ അല്ലാതെ വലിയ ഇമ്പാക്ട് ഒന്നും ആൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കഴിഞ്ഞ കളിയിൽ വിജയ ഗോൾ അടിച്ച റാമോസിനെ എന്ത് തേങ്ങയ്ക്കാണ് ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കിയത് കണ്ടോ? ഫെറാൻ ടോറസിനെ ഇറക്കിയപ്പോൾ എല്ലാവരും നെറ്റി വിളിച്ചു. പക്ഷെ ആ ചങ്ങായാണ് ആ ഒരു അസിസ്റ്റ് ഇന്ന് മിക്കൽ മരീനയ്ക്ക് കൊടുത്തത്, ആ ഒരു ഗോൾ സ്കോർ ആവുന്നത്. രണ്ടാളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ട് എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പറയില്ല. അത് ഇതൊക്കെയാണ്. അല്ലാതെ വെറുതെ ഒരാൾ ടയർഡാകുമ്പോൾ വേറെ ആളിനെ പിടിച്ച് ഇറക്കല്ല പരിപാടി. അവിടെ നിന്ന് പോർച്ചുഗലിന്റെ ആ ഒരു കോച്ചിന് പഴിച്ചത്. ഈ ചങ്ങായി ബെൽജിയത്തിൽ അമ്മാതിരി ഒരു ഗോൾഡൻ ജനറേഷൻ ഇങ്ങനെ പണിത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഗോൾഡൻ ജനറേഷൻ ആ ഒരു വേൾഡ് കപ്പിൽ കൊണ്ടുപോയിട്ട് തൊലച്ച് പണ്ടാരടങ്ങിയതാണ്. അതിപ്പോ വന്നിട്ട് പോർച്ചുഗലിന് അതേ പരിപാടി എടുത്തിട്ടുണ്ട്. റൊണാൾഡോനെ പോലെ ഒരു പ്ലെയർ ശരിയാണ്, ആള് ലെജൻഡാണ്, പ്ലെയറാണ്, സ്ട്രൈക്കറാണ്, എല്ലാ കാര്യത്തിലും ഒക്കെ. പക്ഷെ ആള് 41 വയസ്സിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓക്കെ, ആൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 10-60 മിനിറ്റ് ഒക്കെ കൊടുക്കാം. അതിനുശേഷം ഗോളുകളൊന്നും വന്നില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലേ, ഇറക്കണം. അല്ലാതെ പിന്നെ എന്താ പറയാ? അതിപ്പോ റൊണാൾഡോ ഫാൻസിനും അതേപോലെ തന്നെ അവരുടെ
കാര്യങ്ങളൊക്കെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്ന പണി പറഞ്ഞാല് നിങ്ങളൊരു ടീമിനെ ആ പണിയെടുപ്പിച്ച് ആ ഒരു വേൾഡ് കപ്പിന്റെ നെറുകയിലെത്തിച്ച് ആ ഒരു സ്വർണ്ണ കിരീടം ചുംബിക്കാനുള്ള അവസരം ആ പ്ലേയേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റില്ല ഈ പണി നിർത്തിയിട്ട് പോവല്ലേ നല്ലത്. സെക്കൻഡ് ഹാഫ് നോക്കിയപ്പോൾ പോർച്ചുഗൽ സത്യം പറഞ്ഞാൽ സ്പെയിനിന്റെ ഡൊമിനേഷൻ തന്നെ പറയാം. പോർച്ചുഗൽ ക്രിയേറ്റ് ചെയ്ത ചാൻസുകൾ പറഞ്ഞാൽ സ്പെയിൻ ആ 91 മിനിറ്റിൽ ആ ഗോൾ അടിച്ചതിന് ശേഷമുള്ള ആ ഒരു 2-3 ട്രൈ ആണ്. അതിലൊന്ന് നവാസിന്റെയും അതേപോലെ തന്നെ ഫെർണാണ്ടോ സിൽവയുടെയും ഹെഡുകളായിരുന്നു. ആ ഒരു 2 അറ്റംപ്റ്റ് ആ ഒരു ഹെഡ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പോസ്റ്റിന് മുകളിലൂടെ പോയത്. അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് കയറിയിരുന്നെങ്കിൽ 1-1 സമനിലയിൽ എക്സ്ട്രാ ടൈമിൽ പോയിട്ടുണ്ടാവും. പോർച്ചുഗൽ കാര്യമായിട്ട് ആഗ്രഹിച്ചത് എക്സ്ട്രാ ടൈമിലേക്ക് പോകണം, അവിടെ ഗോൾ സ്കോർ ചെയ്യണമെന്ന്. ഈ എക്സ്ട്രാ ടൈമിൽ ഗോൾ സ്കോർ ചെയ്യുന്നത് ഈ പരിപാടി ഇപ്പൊ തന്നെ എടുത്തൂടെ? സ്പെയിൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസരങ്ങളൊന്നും ഫിനിഷിംഗ് ഇല്ലായ്മ അതേപോലെ തന്നെ ഡിയാഗോ കോസ്റ്റ എന്ന് പറയുന്ന ഗോൾ കീപ്പറുടെ മുന്നിലാണ്. കളി തുടങ്ങി 8-ാം മിനിറ്റ് തന്നെ ഒയർസബാലിന്റെ ഒരു കിടിലൻ ചാൻസ്. എന്റെ പൊന്നോ, ഈ കളിയിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഇന്നലെ എൻട്രിക്ക് മിസ്സാക്കിയ പോലെ ഒരു ചാൻസ് ആയിരുന്നു ഈ ചങ്ങായി മിസ്സാക്കിയത്. അപ്പൊ തന്നെ സ്പെയിനിന്റെ ദിവസം അല്ല എന്ന് വിചാരിച്ചു. പിന്നെയും 15-ാം മിനിറ്റിൽ എമീനമാലിന്റെ ഒരു കിണ്ണം കാച്ച ഒരു സാധനം, റോക്കറ്റ് ഷോട്ടാ വന്നത്. ഈ സാധനം വന്നിട്ട് ഈ ചങ്ങായി സേവ് ചെയ്യാണ്. അത് റീബൗണ്ട് വരുന്നു, വീണ്ടും ആ ഷോട്ട്, ആ റീബൗണ്ട് കിക്ക് എടുക്കുന്ന അലക്സ് ബയാനാണ്. അത് എന്താ വിരൽത്തുമ്പിൽ തട്ടിയാണ് ആ ഒരു സേവ്. എമ്മാതിരി സേവുകൾ, ആ 2 സേവുകൾ ബാക്ക് ടു ബാക്ക് സേവുകളാണ്. ഡബിൾ സേവുകൾ നടത്തിയിട്ട് ഒന്ന് പോർച്ചുഗലിന്റെ കളിയിൽ തിരിച്ചു വരാൻ വേണ്ടി നോക്കുമ്പോഴേക്കും 31-ാം മിനിറ്റിൽ ഡാനി ഓൽമോയുടെ ഒരു കിടിലൻ ചാൻസ്. അത് ഡാനി ഓൽമ എങ്ങനെയാണ് മിസ്സാക്കിയതെന്ന് ഡാനി ഓൽമയ്ക്ക് പോലും ഒരു പിടി ഉണ്ടാവില്ല. അമ്മാതിരി ചാൻസ് ആയിരുന്നു. അതിനുശേഷം 40-ാം മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരു കോർണർ കിക്കിൽ ഫ്രീ ആയിട്ട് മെൻഡീസ് അവിടെ നിൽക്കുകയാണ്. ആ മെൻഡീസിന് ഷോർട്ട് കോർണർ കൊടുത്തിട്ട് ആ ബോൾ പെനാൽറ്റി ബോക്സിന് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു കിക്ക് എടുക്കുന്നുണ്ട്. അത് ഡിഫ്ലക്ഷൻ ആണ്, പക്ഷെ ആ സാധനം എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പോസ്റ്റിന്റെ ഉള്ളിൽ കയറാതിരുന്നത്. ബാറ് തട്ടിയിട്ട് പുറത്ത് പോകണം. പിന്നെയും റൊണാൾഡോയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അത് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സിമിയോൺ ഗോൾ കീപ്പർ സ്പെയിനിന്റെ ചങ്ങായി ചാടി ഡൈവ് ചെയ്ത് എടുക്കുകയാണ്. അല്ലെങ്കിലും ആൾ എടുത്തില്ലെങ്കിലും അത്ര വലിയ ഷോട്ടൊന്നുമല്ല. അത് ബാക്കിൽ ഡിഫൻഡർ അവിടെ ബാക്കിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യമാണ്. അതെ, ലോപ്പാർട്ട അതിന്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സിമിയോൺ വീണ്ടും ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഈ കളിയിൽ. 519 മിനിറ്റ് ആയിരുന്നു ഗോള് വഴങ്ങാതെ. അതേപോലെ ഈ ഒരു കളിയിലും ക്ലീൻ ഷീറ്റ് നേടിയിട്ടാണ്. വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എല്ലാ മത്സരങ്ങളും ക്ലീൻ ഷീറ്റാണ് നേടിക്കുന്നത്. അതിന് ഈ ചങ്ങായിയുടെ പ്രകടനം മാത്രം പറഞ്ഞാൽ പോരാ, ഗോൾ കീപ്പറുടെ മാത്രം പറഞ്ഞാൽ പോരാ. അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു 19-കാരനായ ബാഴ്സലോണയുടെ കുബാർസി എന്ന് പറയുന്ന ആ ഒരു താരം തന്നെയാണ്. എമ്മാതിരി കളിയോടോ! ബാഴ്സലോണയിലുള്ളതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഇവിടെ കളിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഓഫ്ലൈൻ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. അത് ബാഴ്സലോണയിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതാണ് ഈ ചങ്ങായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 19 വയസ്സായിട്ടുള്ളൂ. ലാപ്പോർട്ട എന്ന് പറയുന്ന ആ ഒരു ചേട്ടന്റെ കൂടെ നിന്ന് കളിക്കുമ്പോൾ സ്പെയിനിന്റെ ആ ഒരു മതിൽ താണ്ടിയിട്ട് പോണെങ്കിൽ കുറച്ച് പണിയാണ് മറ്റുള്ളവർക്ക്. അതേപോലെ തന്നെ കുക്കറലയും ഫെർലോ, ഈ ചങ്ങായിമാർ രണ്ടാളും ഒരു രക്ഷയില്ല. ആ ഡിഫൻസ് മാറ്റാതെ അങ്ങനെ തന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ 2 ടീമുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് വിജയിച്ചത് സ്പെയിനിന്റെ ആണ്. അതേപോലെ തന്നെ പരാജയപ്പെട്ടത് പോർച്ചുഗലിന്റെ ആയിരുന്നു. ആ മിക്കൽ മരീനയും അതേപോലെ തന്നെ ഫാബിയൻ റൂയിസും അതേപോലെ തന്നെ നമ്മുടെ ഫെറാൻ ടോറസും വന്നപ്പോൾ ആ ഒരു 2-3 അറ്റംപ്റ്റുകൾ യമാലിനൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ചങ്ങായി അന്ന് ഫെറാൻ ടോറസിനെ നമ്മൾ ബാഴ്സലോണയിൽ അല്ലെങ്കിൽ സ്പെയിനിൽ ഇതിന് മുന്നേ കണ്ട മത്സരങ്ങളെ പോലെ ഈ ചങ്ങായി പരമാവധി അസിസ്റ്റുകൾ കൊടുക്കാൻ നോക്കി, അല്ലാതെ അടിച്ച് റോക്കറ്റ് വിടുന്ന പോലെ കളയാനല്ല നോക്കി. ചങ്ങായി ക്ലിയർ ചാൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാസുകൾ യമാലിനൊക്കെ ഒന്ന് 2-3 ത്രൂ പാസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചിട്ട്. പക്ഷേ യമാൽ ആ സ്പോട്ടിൽ എത്തിയിട്ടില്ല. അതേപോലെ പോർച്ചുഗലിന്റെ ഡിഫൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ ഒരു അവസാനത്തെ ആ ഒരു ഫ്രീ കിക്ക് എടുക്കലും ആ ഒരു പാസ് എത്രയും എന്താ പറഞ്ഞാൽ പോർച്ചുഗലിന്റെ ഡിഫൻസ് ഒക്കെ നോക്കുന്ന ഒരു ഇതിലേക്ക് സ്റ്റച്ചിലേക്ക് എത്തുന്ന സമയത്തിന് ഉള്ളിൽ തന്നെ ആ ബോള് മിക്കൽ മരീനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ചങ്ങായി അത് സുന്ദരമായിട്ട് അത് ആ ഗോളാക്കി. എന്താ പറയാ, ഡിയോഗോ ജോട്ടയ്ക്ക് അവിടെയാണെന്ന് പഴച്ചത്. അതുവരെ ആ ഒരു ഗോൾ പോസ്റ്റിന് മുമ്പിൽ ഉരുക്ക് കോട്ട പോലെ നിന്ന ചങ്ങായിരുന്നു. സെക്കൻഡ് ഹാഫിലായപ്പോൾ കളി കൺട്രോളിൽ വെച്ച് സ്പെയിനിന് വേണ്ടിയിട്ട് നല്ല നല്ല മൂവ്മെന്റുകളും കാര്യങ്ങളും നടക്കിയ റോഡ്രി എന്ന് പറയുന്ന സിറ്റിയുടെ ആ ഒരു വൻമതിൽ തന്നെ ക്യാപ്റ്റനായിട്ട് ചങ്ങായി ഗംഭീര പെർഫോമൻസ് നടത്തിയത്. എന്താണെന്ന് പറഞ്ഞാൽ ഒയർസബാലിന്റെ ഇന്നത്തെ മങ്ങിയ ഫോം, ഒയർസബാലിന് കിട്ടിയ ചാൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു കളി നന്നായിട്ട് കളിക്കും, അടുത്ത കളി പിന്നെയും മോശം, പിന്നെ അടുത്ത കളി നന്നായി കളിക്കും, പിന്നെയും മോശം. ഫസ്റ്റ് കളിയിൽ 35 മിനിറ്റ് ബോൾ കിട്ടാതെ അടുത്ത കളി വന്ന് ഡബിൾ അടിച്ചു, വീണ്ടും അടുത്ത കളി ഇതായി, പിന്നെ അടുത്ത കളി ഇതാ വീണ്ടും. അപ്പോൾ അടുത്ത കളി ഇനിയിപ്പോൾ ഫ്രാൻസിസ് മൊറോക്കോ എതിരാളികൾക്കെതിരെ നല്ല കളി കളിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്താ പറയാ, പോർച്ചുഗലിന് നാട്ടിലേക്കുള്ള ടിക്കറ്റും എടുത്തു കൊടുത്തിട്ടാണ് സ്പെയിന്. അതും 91 മിനിറ്റാണ്. പിന്നെ അങ്ങോട്ട് ഒരു പരിപാടിയില്ല. 6 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടിയിട്ടുണ്ട്. പക്ഷേ 91 മിനിറ്റ് ഒരു ഗോൾ അടിച്ചിട്ട് തിരിച്ചു വരിക, സ്പെയിനിനെ പോലെ ടീമിന്റെ അടുത്ത് തിരിച്ചു വരിക എന്നാണ് വല്ല പണി. അതിനുശേഷം 2 ചാൻസ് ഉണ്ടാക്കി. അപ്പോൾ 45-ാം മിനിറ്റ് സെക്കൻഡ് ഹാഫിൽ കിട്ടിയത് ഇവർ എന്താ ചെയ്ത്, ഒരു ഗോൾ വീണിട്ടില്ല എന്നല്ലോ. ശരിക്കും പറഞ്ഞ ചിത്രത്തിൽ ഇന്നലത്തെ ബ്രസീലിന്റെ കളിയായിരുന്നു സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഗോൾ അടിക്കണമെന്നില്ല, പ്രസ് ചെയ്ത് ബോൾ എടുക്കണമെന്നില്ല,
ചെറിയ ചെറിയ ചാൻസുകൾ, പക്ഷെ ഗോളാക്കി മാറ്റാനുള്ള ഒരു ചാൻസുകൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴും സ്പെയിനായിരുന്നു കളിയിൽ മെച്ചം. എന്താ പറഞ്ഞാൽ 56 മിനിറ്റിലോ 60 മിനിറ്റിലാണ് മെൻഡീസിന് പരിക്ക് പറ്റിയിട്ട് പുറത്തു പോകുന്നത്. അതുവരെ യമാല് മെൻഡീസിന്റെ പോക്കല്ലായിരുന്നു. ഒന്നോ രണ്ടോ ഡ്യുവല വിൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഈ ചങ്ങായി വന്നതോട് കൂടിയിട്ട് കളി മാറിയില്ലേ, യമാലിന്റെ കളി മാറി തുടങ്ങി. സെമഡോ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നത്. സെമഡോന്റെ കൂടെ ഫെലിക്സും ഇറങ്ങി വന്ന് യമാലിനെ പൂട്ടേണ്ടി വന്നു. എന്താണ്ട് ഒറ്റയ്ക്ക് സെമഡോനെ കൊണ്ട് യമാലിനെ പൂട്ടാൻ പറ്റില്ല, മെൻഡീസ് ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നതാ. അങ്ങനെ വിങ്ങുകളിൽ കളി മെനയേണ്ട കാര്യങ്ങളൊക്കെ പോയി യമാലിന്റെ ഇതിൽ കൺട്രോൾ വരാൻ തുടങ്ങി. യമാലിന്റെ ആ ഒരു മെൻഡീസ് ഉള്ളത് കൊണ്ട് തന്നെ യമാലിന്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് ഹാഫിലൊന്നും സ്പെയിന് വലുതായിട്ട് ബെനയിലൂടെയാണ്, അലക്സ് ബെനയിലൂടെയാണ് കളി മെനഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സൈഡ് കുക്കറേലയും അതേപോലെ തന്നെ മിഡിൽ കളി ഉണ്ടായിരുന്നു. പെഡ്രിയും അതേപോലെ തന്നെ റോഡ്രിയൊക്കെ ആയിരുന്നു. യമാലിലേക്ക് വല്ലപ്പോഴും പാസുകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ശരിക്കും അവർക്കറിയാം സ്പെയിന്റെ ടാക്ടിക്സും കാര്യങ്ങളും, അത് നന്നായിട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഫൈനൽ മിനിറ്റ്സിന്റെ അവസാന നിമിഷത്തിൽ ഫെർണാണ്ടോ സിൽവയ്ക്ക് ഒരു കിടിലെ ഹെഡർ കിട്ടണം. ആ ഹെഡർ കിട്ടിയിട്ട് ബോൾ ഹെഡ് ചെയ്ത് ബെനാൽറ്റി ബോക്സിന്റെ ഡീബാറിന്റെ ആ ഒരു ബെനാൽറ്റി ബോക്സിന്റെ മുകളിലൂടെ അങ്ങനെ പോവാണ് ബോൾ. അത് വീണ് കിടക്കുന്ന ആളെ നോക്കിയിട്ട് റോഡ്രി, ഒരേ ടീമിൽ സിറ്റിയിൽ കുറെ കാലം കളിച്ച സഹോദരന്മാരെ കളിച്ചത്, പക്ഷേ ഈ നാഷണൽ ടീമിന് വരുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ. പക്ഷെ ആള് കളി കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനത്തിന് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് ഫുട്ബോൾ. ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ പറയാ ഒരു ടീമിനെ തന്നെ, അത് നമ്മൾ കണ്ടതാണ്. നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്ന ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ നമുക്ക് വല്ലാത്ത തീരാത്ത ദുഃഖം തരും. അതാണ് ഫുട്ബോൾ എന്നുള്ള കാര്യം. ഇന്നലെ നെയ്മറുടെ രൂപത്തിലാണെങ്കിൽ ഇന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രൂപത്തിലാണ്. ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ ഈ ഒരു കരിയറിന് അന്ത്യം ഉണ്ടാവാന്ന് ഒരു പോർച്ചുഗൽ ഫാൻസും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അത്രയും നല്ലൊരു സ്ക്വാഡ് ഡെപ്താണ് ഈ വേൾഡ് കപ്പിന് വന്നത്. കുറെ ഈ പ്രവചിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ എന്താ പറയാ കുറെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം പോർച്ചുഗൽ കപ്പടിക്കുന്നുള്ള ആ ഒരു ഇത് തന്നെയാണ്, ആ ഒരു പ്രതീക്ഷ പോർച്ചുഗൽ ഫാൻസ് ഒന്നായിട്ടുണ്ടായിരുന്നു. പോർച്ചുഗൽ ഫാൻസ് അല്ല, ഫുട്ബോളിലെ ഒരു ഏകദേശം ഒരു 50% ആൾക്കാരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്ക്വാഡ് ഡെപ്ത്. പക്ഷേ ഈ ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ആ സ്ക്വാഡ് ഒത്തിണക്കത്തോടു കൂടി കളിക്കണം എന്നുള്ള കാര്യമാണ്. അവിടെയാണ് എന്താ പറയാ പോർച്ചുഗലിന് പഴിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു കോച്ച്, എന്തായാലും കോച്ച് പുറത്തു പോയത് പോർച്ചുഗലിന് കുറച്ചുകൂടെ ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് കടക്കാം. സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ അത്ര മോശം പ്രകടനമൊന്നുമല്ല പോർച്ചുഗൽ കാഴ്ചവെച്ചത്. പക്ഷേ പോർച്ചുഗൽ സെക്കൻഡ് ഹാഫാണ് പഴിച്ചത്. 10 ഷോട്ടുകൾ എടുത്തിട്ട് അതിൽ 3 മാത്രം ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നത്. അവിടെ സ്പെയിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 15 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 6 ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നു. 44% മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നു പോർച്ചുഗലിന്. അതേപോലെ തന്നെ അവിടെ നോക്കുന്ന 56% പൊസിഷൻ ഉണ്ടായിരുന്നു. 434 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സ്പെയിന് 522 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 85% പാസിംഗ് കുറിച്ച് പോർച്ചുഗലിന്റെ ഭാഗത്തുണ്ടായിരുന്നപ്പോൾ 91% പാസിംഗ് കുറിച്ച് സ്പെയിന്റെ ഭാഗത്തുണ്ടായിരുന്നു. 9 ഫൗളുകളാണ് പോർച്ചുഗൽ കമ്മിറ്റ് ചെയ്തത്. അവിടെ 13 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തു. 2 യെല്ലോ കാർഡ് പോർച്ചുഗലിന് കിട്ടിയപ്പോൾ ഒരു യെല്ലോ കാർഡാണ് അവിടെ എന്താണ് നമ്മുടെ സ്പെയിനിന് കിട്ടിയത്. 2 ഓഫ് സൈഡും 1 ഓഫ് സൈഡും ഉണ്ടായിരുന്നു. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 3 പോർച്ചുഗൽ വിൻ ചെയ്തപ്പോൾ 7 കോർണേഴ്സ് സ്പെയിൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എടുത്തു പറയേണ്ട കാര്യം എന്താ പറഞ്ഞാൽ ഈ മിഡ്ഫീൽഡിലായിരുന്നു മൊത്തം കളി എന്ന് പറഞ്ഞാൽ. നവാസും വിറ്റിനിയും അതേപോലെ തന്നെ പെഡ്രിയും റോഡ്രിയും അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡായിരുന്നു മൊത്തത്തിൽ കളി മെനഞ്ഞത്. അതേപോലെ തന്നെ ഓൽമോയുടെ തകർപ്പ് പ്രകടനം ഫസ്റ്റ് ഹാഫിൽ കണ്ടതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ആൾക്ക് പഴച്ചു. അതിനോട് സെഷൻ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വന്നു. പെഡ്രിയും ഓൽമോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് മറീനിയും അതേപോലെ തന്നെ ഫാബിയൻ റൂയിസ് ഒക്കെ വരുന്നത്. അങ്ങനെ പോർച്ചുഗലിനെ മറികടന്ന് സ്പെയിൻ അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്പെയിനിനെ കാത്തിരിക്കുന്നത് ഇനി മൊറോക്കോയാണോ ഫ്രാൻസ് ആണോ എന്ന് നമുക്ക് അടുത്ത മത്സരത്തിൽ കാണാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.